മെഡിറ്റേഷനിലും മറ്റേ അലൈൻമെന്റ് ക്ലാസ്സിലും പങ്കെടുത്തത്. അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട് സാർ. എന്റെ മോൻ ഇങ്ങനെ കയറിയാൽ അയ്യോ എന്റെ ദൈവമേ പ്രപഞ്ച ശക്തി. ഇൻഷുറൻസ് ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ മന്ത്ലി എനിക്ക് 1 lakh ഇൻകത്തിൽ ഞാൻ എത്തി. ഇതൊന്ന് സാധിക്കും പറയാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടു. കാരണം ഞാൻ നമസ്കാരം, വളരെ സന്തോഷമുണ്ട് ഇത്രയധികം പേരെ സൂം ലൈവിൽ കാണാൻ സാധിച്ചതിൽ. അതിൽ തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് അൻവിൻ എന്നാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4-5 വർഷമായിട്ട് യൂട്യൂബ് ചാനലും അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടായിരിക്കും ഇതിൽ പലരും എന്നെ അറിയുന്നത്. പറയട്ടാ, ഞാൻ അംബികയാണ്. പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ സാർ. ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് എഴുതി വെച്ചത്. മോന് എവിടെ ജോലിക്ക് പോയാലും അവൻ 2 വർഷത്തിൽ കൂടുതൽ അവൻ ജോലിക്ക് പോവില്ല. അവൻ മതിയാക്കി ഇങ്ങ് പോരും. അവരുടെ അടുത്ത് തന്നെ പറയും എനിക്ക് നിങ്ങളുടെ ശമ്പളം ശരിയാവാത്തോണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിരിഞ്ഞ് പോരും. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ, ശരിക്ക് ഡൽഹിയിലാണെങ്കിൽ ആകെ 3-4 മാസമേ അവൻ വർക്ക് ചെയ്തുള്ളൂ ഡൽഹിയിൽ. അവിടെ നിന്ന് കുഞ്ഞു പോന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഇപ്പോഴൊരു കമ്പനിയിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞ് മോനെ ഇതെങ്കിലും നീ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് എനിക്ക് ശമ്പളം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പോണത് എന്ന് പറഞ്ഞ് ഇവൻ വീണ്ടും അവൻ പോരാനായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ശമ്പളം കൂട്ടി തന്നില്ലേ ഞാൻ പോവേണ്, എന്തായാലും 3 മാസം തിരിച്ച് ശമ്പളം തരണോ അല്ലേ, 3 മാസം ശമ്പളം നമുക്ക് തിരിച്ചു കൊടുക്കണം. അവർ ഞാൻ തന്നോളാം, ഞാൻ ഇറങ്ങാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ മനസ്സ് നല്ലവണ്ണം വേദനിച്ച് ഞാൻ അങ്ങനെ 21 പ്രാവശ്യം എഴുതി. ഇവൻ അവിടെ സ്നേഹത്തോടെ അവര് ഇവനെ സ്നേഹിക്കണം, ഇവ അവരെയും സ്നേഹിക്കണം, അങ്ങനെ വിചാരിച്ച് എഴുതി നല്ലവണ്ണം മനസ്സിൽ പ്രാർത്ഥിച്ച് പ്രപഞ്ചത്തോട് പറഞ്ഞു തന്നെയാണ് ഞാൻ എഴുതിയത്. പക്ഷെ 21 ദിവസം എഴുതി. 22ാമത്തെ ദിവസം അവൻ വന്ന് പറയണം അമ്മ എനിക്ക് ശമ്പളം കൂട്ടി കേട്ടാ. ഞാൻ പറഞ്ഞ ശമ്പളം എനിക്ക് അവർക്ക് തന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അംബിക മാഡം നമ്മുടെ അലൈൻമെന്റ് മാച്ചിൽ പങ്കെടുത്ത വ്യക്തിയല്ലേ? ആണ് സാർ. ചക്ര മെഡിറ്റേഷനും ഒക്കെ ഞാൻ പങ്കെടുത്തതാണ്. അടുത്ത പ്രാവശ്യം 11-ാം തീയതി ഞാൻ ക്ലാസ്സിൽ കയറും കേട്ടോ സാർ. അങ്ങനെ എനിക്ക് മോന് ആ ശമ്പളവും കിട്ടി. അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴാണെങ്കിൽ അവൻ കാലത്തെ പോകുന്നതുകൊണ്ട് എനിക്കും വലിയ സന്തോഷമായി. MD-ക്കും ചെയർമാനും ഒക്കെ അവരുടെ അടുത്ത് ഭയങ്കര സ്നേഹം. പക്ഷെ അച്ഛനെ അറിയാന്നുള്ളതാണ് ഈ ചെയർമാനും MD-ക്കും. അതാണ് അവന് തീരെ താല്പര്യമില്ലാതെ. അവൻ അച്ഛൻ പറയുന്നത് ഒരു കാര്യവും അവന്റെ കഴിവിൽ കിട്ടണം എന്നുള്ള ഇതേ അവനുള്ളൂ. പക്ഷെ ഇപ്പൊ അച്ഛൻ മരിച്ച ശേഷമാണ് അവൻ ഒരുപാട് തകർന്നതും അതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഒരു വർഷം വരെ ഞാൻ ഒരിടവും പോകില്ലായിരുന്നു. ഞാൻ LIC-യിലും പോകില്ല, ഞാൻ വീട്ടിൽ നിന്ന് മുറ്റത്ത് പോലും ഇറങ്ങൂലായിരുന്നു. പക്ഷെ എന്റെ മോളാണ് എന്നെ സുജ മാഡത്തിന്റെ ക്ലാസ്സിന്, സുജ ടീച്ചറിന്റെ ക്ലാസ്സിലാണ് ഞാൻ ആദ്യം കയറിയത്. പിന്നെ മോളും എൻ്റെ അടുത്ത് പറഞ്ഞു സാറിന്റെ ക്ലാസ്സിൽ കയറണമെന്ന്. അങ്ങനെ ഞാൻ ഫ്രീ ക്ലാസ്സിൽ കയറിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് സാറിന്റെ 2 ചക്ര മെഡിറ്റേഷനിലും മറ്റേ അലൈൻമെന്റ് ക്ലാസ്സിലും പങ്കെടുത്തത്. അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട് സാർ. എന്റെ മോൻ ഇങ്ങനെ കയറിയാൽ അയ്യോ എന്റെ ദൈവമേ പ്രപഞ്ച ശക്തിയോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല, അത്രയും. അത് തന്നെ സാറിന്റെ അടുത്തും എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരൂല, അത്ര ഇതായിരുന്നു. ഞാൻ കയറി ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ അവൻ മാജിക്കിൽ ഭയങ്കര ഇതിലാണ് കേട്ടോ സാർ. പ്രാർത്ഥിക്കണേ സാർ. തീർച്ചയായും പ്രാർത്ഥിക്കുന്നേ. ഓക്കെ, ഇനി 4 പേർക്കും കൂടി സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് പറയാം. അത് ചെറുതാവോ, നിങ്ങൾ എഴുതി വെച്ച എന്ത് ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തത്? സാർ ഒന്നുകൂടെ പറഞ്ഞോട്ടോ സാർ. പറഞ്ഞോളൂ. എനിക്ക് LIC വിളിച്ചാലും തരൂല്ല. 20 വർഷം ഞാൻ വാങ്ങിച്ചടച്ചതാണ്. പക്ഷെ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാണ്. ഭയങ്കര വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു ഇതിനെ പെൻഷൻ പ്ലാനിൽ ഇടുമെന്ന് കേട്ടപ്പോ അവര് പറ്റൂല എന്ന് പറഞ്ഞു. നിങ്ങൾ LIC നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. എന്റെ മാഡം വന്നപ്പോഴത്തേക്ക് അവർ ഗേറ്റ് പോലും തുറന്നില്ല. പൊയ്ക്കോളാൻ പറഞ്ഞു എന്നെ ആട്ടി പായിച്ചു സാർ. എനിക്ക് ആ മാഡത്തിന്റെ മുമ്പിൽ വെച്ച് എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ വന്നു. പിറ്റേന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു ഞാൻ 20 വർഷം നിങ്ങളെ നിന്ന് വാങ്ങിച്ചടച്ചതാണ്. പക്ഷെ മാഡം വന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അകത്ത് കയറ്റി ഇരുത്തായിരുന്നു. നിങ്ങൾ ഒന്ന് സംസാരിച്ചില്ലെങ്കിലും വേണ്ടില്ല, കയറി ഇരിക്കുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞു.
അങ്ങനെ ഇത് 2 കപ്പ് വെള്ളം വാട്ടർ അത് എഴുതി വെച്ച് കുടിച്ച്. പക്ഷെ അവര് തനിയെ LIC വന്നു സാർ. ഓ, ഇങ്ങനെ ഒരു സന്തോഷമില്ല. 7,000 രൂപ എന്റെ മേഡം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവര് വേണ്ടാന്ന് പറഞ്ഞാണ്. കൊടുക്കാൻ സാറ് പറഞ്ഞ് നിങ്ങൾ 7,000 രൂപ അടച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ 7,000 രൂപ അടച്ച് അവര് ആ പൈസ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എനിക്കൊരു ഭയങ്കര സന്തോഷം. അത് ഇന്നലെ എനിക്ക് സാറിന് ഇത് പറഞ്ഞെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. സാറിനെ വിളിച്ച് കിട്ടിയില്ല. ഓക്കെ ഓക്കെ അങ്ങനെ കിട്ടി സാർ. അതിന് വലിയ സന്തോഷമുണ്ട് കേട്ടോ സാർ. ഓക്കെ എന്തായാലും സന്തോഷം. ഓക്കെ നീ സാർ. സാറേ നമസ്കാരം നമസ്കാരം. നമസ്കാരം സാറേ, എന്റെ പേര് ലതിക. ഉം. സാറേ, സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞാല്, ഞാൻ ഒരുപാട് നാളുകൊണ്ട് സാറിന്റെ ഈ യൂട്യൂബിലെ ആ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട്. 2 ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആദ്യമായിട്ട് ഞാൻ പ്രജശക്തിയോടും സാറിനോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ഒരു മോന്റെ ഒരു കുഞ്ഞിന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അന്ന് തന്നെ അത് പ്രസവിച്ച് അതിന് ചില ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോ അതിന് ചില എന്ത് ബുദ്ധിപരമായിട്ടെല്ലാം പുറകോട്ടാണെന്നും പറഞ്ഞ് ഡോക്ടർമാര് വരെ കരുതിയതാണ്. സത്യം പറഞ്ഞാല് എന്റെ കുഞ്ഞിന് അത് ഡോക്ടർമാര് പറഞ്ഞ എല്ലാം പുറകോട്ടാ, കുഞ്ഞിന്റെ ആ വളർച്ച പുറകോട്ടാ, എല്ലാം പറഞ്ഞു. ഞാൻ എന്നും ഞാന് എന്റെ മരുമോളും കൂടെ കുഞ്ഞിനെ പുറത്തെടുത്തോണ്ട് വന്നു പ്രൊജക്റ്റ് കാണിച്ചിട്ട് കുഞ്ഞിന്റെ പൂർണ്ണ ആരോഗ്യത്തിന് എല്ലാം നന്ദി പറഞ്ഞിട്ട് ഈ ഒപ്പനൊപ്പം ആ മെഡിറ്റേഷൻ ചെയ്ത് എന്റെ കുഞ്ഞ് സത്യം പറയാനുള്ളത് സാറേ, അത് കമന്ന് വീണ് തുടങ്ങി. ഒരു 6 മാസം ആയ കുഞ്ഞ് കമന്ന് വീണ് തുടങ്ങി. അതിന്റെ ആ ഒരു രീതികളൊക്കെ കണ്ടാൽ നമുക്കങ്ങ് എന്താ പറയാ, ഒരു ഭയങ്കര ഒരു ക്ലാസ്സിൽ ഞാൻ സാറിന്റെ ക്ലാസ് കേൾക്കാനായിട്ടും സാറിന്റെ അടുത്ത് ഇത് പറയാനായിട്ടും ഞാനത് മെനക്കെട്ടിരുന്നത്. എന്താ പറയാ, എനിക്ക് ഒരുപാട് സന്തോഷം. എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയാം. ഡോക്ടർ പോലും അങ്ങ് തല്ലിയത് എല്ലാം പുറകോട്ടാവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നും പ്രപഞ്ചശക്തി അത് കൊച്ചിനെ വെളിയിൽ കൊണ്ടു ചെന്ന് തന്നെ കാണിക്കും. അപ്പൊ അതിന്റെ പൂർണ്ണ ആരോഗ്യത്തിന് നന്ദി, അതിന്റെ കേൾവിക്ക് നന്ദി. കേൾവിയൊക്കെ എല്ലാ അത് ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ആ കേൾവി ശക്തി അതൊക്കെ എല്ലാം നെഗറ്റീവ് ആയിരുന്നു. ഇപ്പൊ ആ പ്രാർത്ഥനയോടെ തന്നെ അവള് ഞങ്ങൾ പറയുന്നത് കേൾക്കാനും ഇപ്പൊ മോൾക്ക് 7 മാസമുണ്ട്. അതിന് ഒരുപാട് നന്ദി. പിന്നെ സാറിന്റെ ഇത് ബ്രേസ്ലെറ്റ് ഞാൻ തരുന്നു. അതിനുശേഷം എന്റെ കയ്യിലാണെങ്കിൽ ഒരു 10 എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഉത്താരം സാറേ. സാറ് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം മെഡിറ്റേഷൻ ചെയ്ത് ആ 7 ചക്ര ആ ഹീലിംഗ് മെഡിറ്റേഷൻ എല്ലാം ചെയ്ത് സത്യം പറഞ്ഞ ഇതുവരെ എന്റെ കയ്യിൽ ഒരു 100 രൂപ പോലും ഇല്ലാതിരുന്നിട്ടില്ല. അന്ന് തൊട്ട് എനിക്ക് ഞാനാണെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നതായിരുന്നു. ഈ മൈലേജിലെ ഈ ഓണാൻ പിന്നെ എലമെന്റ്സിന്റെ പ്രോഡക്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ എല്ലാം എനിക്ക് അങ്ങ് പുറകോട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തിനാ, അതൊന്നും വേണ്ട, ഒന്നും ചെയ്യാനെല്ലാം അങ്ങ് മടിയാ, ഓരോ ദിവസവും അങ്ങ് മടിയാ. പക്ഷെ ഇത് ഇട്ടതിന് ശേഷം എനിക്ക് ഓരോ ദിവസവും എനിക്ക് ചെയ്യണം, എനിക്ക് വളരണം. പക്ഷെ അന്നേരം പിന്നെ ഓർഡറുകൾ ഇങ്ങനെ വന്നോണ്ടിരുന്നു. ഞാൻ പ്രോഡക്റ്റിന് ഓർഡറുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ആ ഓർഡർ കൊടുത്തോണ്ടിരിക്കുന്നു. പിന്നെ ഞാനിപ്പോ ഒരു ചെറുതായിട്ട് ഈ തുണിയുടെ ബിസിനസ് ഒക്കെ ചെറുതായിട്ട് ചെറിയ രീതിയിലൊക്കെ എനിക്ക് എന്റെ മനസ്സങ്ങനെ തോന്നി, എനിക്കിങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ട് ഇപ്പൊ അന്ന് തന്നെ ഞാൻ ചെയ്യണം എന്ന് തോന്നിയതിന്റെ അന്ന് തന്നെ കുറച്ച് ഒരു 10,000-2,000 രൂപയ്ക്കുള്ള തുണി എടുത്തുണ്ട്. പക്ഷെ അന്ന് തന്നെ എനിക്ക് 700-800 രൂപയുടെ പ്രോഫിറ്റ് എനിക്ക് കിട്ടി. ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. താങ്ക് യു സാർ, താങ്ക് ഓക്കെ യു. താങ്ക് യു സോ മച്ച്. പലരും ഈ ക്രിസ്റ്റൽസ് ഉപയോഗിച്ചിട്ട് പലരും പല വലിയ വലിയ ബെനിഫിറ്റുകൾ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അത് ക്രിസ്റ്റൽസ് ഇപ്പം നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മൾ സപ്പോർട്ടീവ് കമ്പനിയാണ് ഹീലിംഗ് ക്രിസ്റ്റൽ ഹീലിംഗ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. അതിൽ നിങ്ങൾക്ക് ക്രിസ്റ്റലിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടാവും, ഹീലിംഗ് കാർഡ് എന്നുള്ള. അതിൽ 2 QR കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ QR അതെങ്ങനെ ക്ലെൻസ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ QR എന്ന് പറയുന്നത് അതിലെ 7 ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ഉണ്ടാവും. ഇപ്പം ഞാൻ 7 ചക്ര അല്ലാതെ തന്നെ വെൽത്ത് മാഗ്നറ്റ് എന്ന് പറഞ്ഞ ബ്രേസ്ലെറ്റ് ഡിസൈൻ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. മുന്നേ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, 7 ചക്ര ഹീലിംഗ് ബ്രേസ്ലെറ്റ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടി. അതിനുശേഷമാണ് ഞാൻ 7 ചക്ര ഹീലിംഗ് ബ്രേസ്ലെറ്റ് സെയിൽ ചെയ്തത്. ഏകദേശം ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ വെൽത്ത് മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടൈഗറായി
ഇങ്ങനെ ക്ലിയർ കോഡ്സ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റോൺസ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് 100% നാച്ചുറൽ സ്റ്റോൺ ഞാൻ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടില്ല. അപ്പം ഞാൻ കുറച്ച് അല്ലെങ്കിൽ ഈ മാസം തന്നെ നമ്മളത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ആ ക്രിസ്റ്റൽസ്. വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആരെങ്കിലും കാരണം ഒരു മോർണിംഗ് ബാച്ചിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളതിൽ കയറാൻ പറ്റിയിട്ടില്ല. ഫെബ്രുവരിയിൽ എനിക്ക് കയറാൻ പറ്റുള്ളൂ വിചാരിക്കുന്നു. അപ്പം ആ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഏത് ക്ലാസ് ആയിരുന്നു? അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഏത് നമുക്ക് ക്ലാസ്? ഫസ്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എലിമെന്റ് മാസ്റ്ററിയാണോ? ഡിസംബർ 1 അതെ ആ ഓക്കെ. മോർണിംഗ് ബാച്ചിലുണ്ട് വിദ്യ. എന്താണ് നടന്നത്? അപ്പൊ അന്നേരം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുറെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. അതിനു മുമ്പ് നമുക്കറിയില്ല എന്തായിരുന്നു ആഗ്രഹങ്ങളെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്ത് ഒരു ടേസ്റ്റ് എന്താന്ന് പോലും ചോദിച്ചാലും അറിയില്ല നമുക്ക്. പക്ഷെങ്കിൽ അതിനുശേഷം ഞാൻ എഴുതി വെച്ച കാര്യങ്ങളില് സത്യം പറഞ്ഞാൽ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന ആ ഒരു മാസം തന്നെ, ഡിസംബർ മാസം തന്നെ എനിക്ക് ഇത് അറിയാണ്ട് എനിക്കിത് സംഭവിച്ചു. കാരണം ഈ ചില കാര്യങ്ങളിൽ ഞാൻ എന്താണ് കുഞ്ഞു സംഭവിച്ചത് കാര്യങ്ങളാണ്. പറഞ്ഞത്? അതായത് എനിക്ക് വേണ്ടി ചോദിച്ചപ്പോ ഉള്ളത് എനിക്കൊന്ന് പിന്നെ ഒരു സ്വർണത്തിന്റെ മോതിരം വാങ്ങണം, പിന്നെ കുറച്ച് സിനിമ കാണണം. കാരണം സിനിമക്കൊന്നും കപ്പിൽ പോയി കാണാറേ ഇല്ല, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു സമയത്ത് ഈ മാസം തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും അതുപോലെ ഞാൻ അറിയാതെ തന്നെ ആ സംഭവം മോളൊക്കെ വന്ന് ഞാൻ ഒറ്റക്കാ താമസിക്കുന്നത്. അപ്പൊ മോളൊക്കെ വന്നപ്പോ ഇത് അറിയാണ്ട് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ആ സംഭവിച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്തു. അതിന് മാത്രം അതിനെക്കാട്ടും മുമ്പ് എനിക്ക് അലർജിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം എനിക്ക് ഈ അസുഖം വന്നിട്ടില്ല. പിന്നെ ഉള്ള ഒരു വേദനകൾ ഡിസ്കിന്റെ പ്രോബ്ലംസ്. ഓക്കെ, ഒരു റേഞ്ച് കട്ടായി തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ സാർ, ഞാൻ സീനത്ത്. എന്തൊക്കെയാണ് വിശേഷം? സാറിന്റെ 2 ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ എന്നിട്ടോ സാർ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഡിസ്അറ്റാച്ച്ഡിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് അറ്റാച്ച് ഇതായിപ്പോയത് എന്റെ ഹസ്ബൻഡ് ആയിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞെന്ന് തോന്നുന്നല്ലേ? പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ടോട്ടലി ഭയങ്കര പ്രശ്നങ്ങളായി. ഭയങ്കരം എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ പിന്നെ എങ്ങനെ അതിൽ നിന്നൊക്കെ അതിജീവിച്ചു. അങ്ങനെ ഇതുപോലെ സാറ് പറഞ്ഞില്ലേ, അപ്രതീക്ഷിതമായിട്ട് ചിലർ നമ്മൾ കണ്ടുമുട്ടും, അവര് നമുക്ക് പ്രതീക്ഷകളായിരിക്കും. അങ്ങനെ 2 പിള്ളേരെ കണ്ടുമുട്ടി. HDFC ലൈഫ് ആൻഡ് ഇൻഷുറൻസ് സേവിങ്സിൽ എനിക്ക് അങ്ങനെ ജോലി കിട്ടി. ഞാൻ KSFയിൽ മാറി പിന്നെ അങ്ങോട്ട് പോയി. അത് നല്ല ബെനിഫിറ്റ് ആയിരുന്നു. ഇൻഷുറൻസ് ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ മന്ത്ലി എനിക്ക് 1 lakh ഇൻകത്തിൽ ഞാൻ എത്തി. ഇതൊന്ന് സാറിന് പറയാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടു. കാരണം ഞാൻ അതിന്റെ മെസ്സേജ് ഒക്കെ ചോദിച്ചു, പുതിയ ക്ലാസ് എപ്പോഴാ തുടങ്ങുന്നത്. അത് അലൈൻമെന്റ് മാസ്റ്ററിയുടെ ഞാൻ കുറെ തിരക്കിലായിരുന്നു. സ്റ്റാഫ് ഇപ്പോൾ ലീവാണ്, അതുകൊണ്ടാണ്. ഞാൻ എന്തായാലും അറിയിക്കാം. അങ്ങനെ പിന്നെ എന്റെ ആ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എനിക്ക് ബാധ്യത വന്നത്. അങ്ങനെ ഇപ്പൊ ഞാൻ അതൊക്കെ തന്നെ ക്ലിയർ ചെയ്ത് വന്നപ്പോ ഇപ്പൊ പെരുക്കെ ഹസ്ബൻഡ് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് എന്നെ വിളിക്കാനൊക്കെ തുടങ്ങി. നീ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ബിസിനസ് പിന്നെ അതിനോട് റെഡി ആയി വരുന്നില്ലേ ഭർത്താവായിട്ട്? പോകുന്നുണ്ട്. ഭർത്താവായിട്ട് റെഡി ആയി വരുന്നല്ലേ? അതെ. ഞാൻ ആദ്യം നിങ്ങൾ തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്തി ഭർത്താവ് റിലേഷൻ പിന്നെയും പ്രശ്നമായിരുന്നു. എന്തായാലും കറക്റ്റ് മെഡിറ്റേഷനും കാര്യങ്ങൾ ചെയ്യും, നല്ല രീതിയിൽ മാറ്റം വരും. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. മെന്റലി ഭയങ്കര പ്രശ്നമായി സാറേ. എനിക്ക് മെന്റലി എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ആത്മഹത്യ വരെ ചെയ്യണമെന്ന് തോന്നി. കാരണം എല്ലാവരും ഒരുപോലെ എന്നോട് മിണ്ടാതെയായി. അങ്ങനെ ആകെ പ്രശ്നമായി. ഒരു 20 lakhs എനിക്ക് ബാധ്യത വന്നു. അതായത് KSF ചിട്ടി എടുത്തിട്ട് മോന്റെ ഫീസ് അടച്ചായിരുന്നു. പക്ഷെ അവസാനം എന്നെ ഒറ്റപ്പെടുത്തി എല്ലാവരും. പിന്നെ മക്കൾ 2 എന്നെ സപ്പോർട്ട് ചെയ്തു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ബാധ്യത, ഞങ്ങൾ അമ്മയെ സഹായിച്ചോളാം. ഇപ്പൊ തന്നെ സാറിന്റെ ക്ലാസ്സിൽ കയറി ഇതുപോലെ തന്നെ എനിക്ക് പുതിയ ആൾക്കാരെയും കിട്ടി. അങ്ങനെ ആ ജോലി കിട്ടിയതോടുകൂടി ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എന്റെ ബിസിനസ്സിലൂടെ ഒരു വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, നീ ഏകദേശം 5 ആളായി. അതിന് നന്ദി സാറിനോടാണ് ഞാൻ പറയുന്നത്. എന്തായാലും സന്തോഷം. അല്ല, ഞാനൊരു മീഡിയം മാത്രമാണ്. നിങ്ങളെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടി, അത്രയേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. 5 പേർക്ക് മാത്രമാണ് നമ്മൾ അവസരം കൊടുക്കാറ്. ഓക്കെ,
ഇതിൻ്റെ അന്ന് ഓരോ സക്സസ് സ്റ്റോറി, ഇപ്പം സീനത്തിൻ്റെ ഒരു സക്സസ് സ്റ്റോറി എക്സ്പെരിമെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇദ്ദേഹം അലൈൻമെൻറ്റ് മാസ്റ്ററിയുടെ 2 ബാച്ചിൽ അറ്റൻഡ് ചെയ്തിരുന്നു. ഓക്കെ, അതിൽ ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹീലിംഗ് ആണ്. നമ്മളെ മനസ്സിൽ, നമ്മളെ ഉപബോധ മനസ്സിൽ കുറേ അറ്റാച്ച്മെൻറ്റ്, ഇന്ന് നമുക്ക് ടോപ്പിക്ക് തന്നെ അറ്റാച്ച്മെൻറ്റും ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചെടുക്കാം. എവിടെയാണോ നമ്മൾ അറ്റാച്ച്ഡായി നിൽക്കുന്നത് അവിടെ നമുക്ക് എപ്പോഴും വേദനയാണ് നിൽക്കുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സീനത്ത് മാഡം പറഞ്ഞ അതേ സ്റ്റോറി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡായി നിൽക്കണം, എല്ലാവരും എൻ്റെ ചുറ്റും വേണമെന്നെല്ലാം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ വേദനയെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് അറ്റാച്ച്മെൻറ്റ് എപ്പോഴും സൃഷ്ടിക്കുന്നത്. ഇവൻ മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിലും ഇപ്പം സീനത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ കൊളാപ്സ് ആവും. അതായത് നിങ്ങൾ ഇതുവരെ ബിൽഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും കൊളാപ്സ് ആവും, അതായത് തകർന്നു വീഴുന്നുള്ളതാണ് സത്യം. നമ്മൾ ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് കുറേ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് അല്ലേ. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത എന്തുകൊണ്ടാണ് നമ്മൾ കൊളാപ്സ് ആകുന്നത് അല്ലെങ്കിൽ തകർന്നടിയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഫേക്കായിട്ടായിരുന്നു നമ്മൾ നിന്നത്. അതായത് നമ്മൾ മറ്റുള്ളവർ ഫേക്കായിട്ടാണ് നമ്മൾ നിന്നത്. ട്രൂ സെൽഫ് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മൾ സത്യസന്ധമായ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് സത്യസന്ധത കാണിക്കുന്ന സമയത്ത് ചേഞ്ച് ആവും. കാരണം നമ്മൾ ഇന്നർ സെൽഫ്, അതായത് നമ്മളുള്ളിൽ ദൈവികതയുണ്ട്. ദൈവത്തെ നിങ്ങൾ അമ്പലങ്ങളിലോ പള്ളിയിലോ, ഞാൻ അമ്പലവിശ്വാസിയോ ഇവൻ ദൈവവിശ്വാസിയോ പോലും അല്ല, ഞാൻ വലിയൊരു ദൈവവിശ്വാസം ഞാൻ അവകാശപ്പെടില്ല. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ കർമ്മങ്ങളാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്ന ഫിലോസഫിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൻ യൂണിവേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ വരെ ഞാൻ കർമ്മത്തെയാണ് കാണുന്നത്. എൻ്റെ കർമ്മങ്ങൾ ഞാൻ കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ കുറേ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, കുറച്ച് അഫർമേഷൻസ് പറഞ്ഞു ഒരു കാര്യം നിങ്ങൾക്ക് വരില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കണം, അതോടൊപ്പം തന്നെ നമ്മൾ ഔട്ട്ഡോർ വർക്കും ചെയ്യണം. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ കുറേ ട്രെയിനേഴ്സ് ഉണ്ട്, പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ വിമർശിക്കുന്ന ട്രെയിനർ ഞാൻ മാത്രമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി. കുറേ വീഡിയോസ് കാണുമ്പോൾ അത്ഭുതം എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇപ്പോൾ കുറേ പേര് അത്ഭുതം പറഞ്ഞു, സീനത്ത്, അതോടൊപ്പം തന്നെ വിജയലക്ഷ്മി, അങ്ങനെ കുറേ പേര് പറഞ്ഞില്ലേ. പക്ഷേ ഇതിലെല്ലാം തന്നെ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളിൽ വർക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാണ്ട് നിങ്ങൾ കുറച്ച് അഫർമേഷനോ സ്വിച്ച് വേർഡ്സോ മാത്രം നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും രീതിയിലുള്ള ബിസിനസ്സുകൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. അല്ലാതെ കുറച്ച് അഫർമേഷൻസ് പറഞ്ഞു, സ്വിച്ച് വേർഡ് പറയുന്നു, ഒരു കാര്യം നിങ്ങളുടെ മാറ്റം സംഭവിക്കാൻ പോകില്ല അണ്ടിൽ യു ടേക്ക് ആക്ഷൻ എന്നുള്ളതാണ്. അല്ലാതെ ചില ട്രെയിനേഴ്സ്, അത് ഞാൻ അവരെ കുറ്റം പറയില്ല, ചിലപ്പോൾ അവരെ ഒരു ഫിലോസഫി അവർ പഠിച്ചിരിക്കുന്നത് അങ്ങനെയായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്കില്ലോ നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സീനത്ത് 2 എലമെൻറ്റ് മാസ്റ്ററിയിൽ പങ്കെടുത്തിയത്. ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഇവൻ എൻ്റെ സപ്പോർട്ട് വേണം, നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഞാൻ ചെയ്തുതരാം, സ്റ്റാറ്റസ് ആക്കി വെക്കാം, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ വർക്ക് ഞാൻ ചെയ്തുതരാം, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുതരാൻ തയ്യാറാണ്. മറ്റു ട്രെയിനേഴ്സ് അവരെ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുക. മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറയുന്ന വ്യക്തി വരുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ ഞാനും വരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അത് ആ രീതിയിലാണ് ഞാനിപ്പം ക്ലാസ്സുകളായാലും എൻ്റെ ആദ്യത്തെ രീതി അതേപോലെ തന്നെയാണ്. അതായത് നമ്മളിവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ പണം എന്ന് പറയുന്ന കാര്യം നിങ്ങളിലേക്ക് വരണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കേണ്ട മൈൻഡ് സെറ്റാണ്. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ്, ഇപ്പോൾ സുജാർ മോഹൻ, അതോടൊപ്പം തന്നെ ആശാജി കുമാർ, BBR മോഹൻ, വിഷ്ണു, ഗ്രീൻ ട്രൂത്തിൻ്റെ വിഷ്ണു, എല്ലാം തന്നെ നമ്മളെ സ്റ്റുഡൻസാണ്. അന്നേരം ഇങ്ങനെ സുജാർ മോഹൻ അദ്ദേഹം എന്നെക്കുറിച്ച് കുറേ വീഡിയോസിലും കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് അദ്ദേഹം കിടപ്പിലായിരുന്നു. അദ്ദേഹം കിടന്നിട്ട് ഒരാൾ പോലും അദ്ദേഹത്തിനില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കുറേ ട്രോമാസ്, അദ്ദേഹം നേരിട്ടുന്ന കുറേ ട്രോമാസ്, കുറേ ഇൻസൾട്ട് കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കിടപ്പിലായിട്ട് ഫുൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തു. എനിക്കും അസിഡിറ്റിയുടെ പ്രോബ്ലം കാര്യങ്ങളുണ്ടായിരുന്നു. എത്ര മരുന്ന് കുടിച്ചാലും നമ്മൾ വയറേരിയ എന്ന് പറയുന്നില്ല, അങ്ങനെയുള്ള പ്രോബ്ലം ആയിരുന്നു എനിക്കുണ്ടായത്. കുറേ മെഡിസിൻസ് കഴിച്ചു, കാര്യങ്ങൾ ചെയ്തു, ഒന്നും മാറ്റം വരുന്നില്ല. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, വലിയ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, ആയുർവേദം കഴിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചുറ്റും പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. അവിടെയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതോടൊപ്പം തന്നെ ഇന്നർ സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾ, നമ്മളെ ഇൻസൾട്ട് ചെയ്ത വ്യക്തികൾ, ആ പെയിനും കൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മളെ കുറ്റങ്ങൾ പറയും അല്ലേ. നമ്മളെന്ത് ചെയ്യും, നമ്മളെ കഴിവില്ലാത്തവനാണ് അല്ലെങ്കിൽ കഴിവില്ലാത്തവനാണ് എന്നൊക്കെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വേർഡ്സ് ഒരു കാരണവശാലും പറയാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഒരിക്കലും സെൽഫ് ബ്ലെയിം ചെയ്യാൻ പാടില്ല.
നമ്മൾ നമ്മളെ കുറ്റം പറയാണ്, നിൻ്റെ വിധിയാണ്, നിൻ്റെ നിനക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലും ഉയരാൻ പോകില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം എന്ന് പറയുന്ന വേർഡ് വളരെ പവർഫുള്ളാണ്. ഐ ആം എന്ന് പറയുന്ന കാര്യം ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ അഫർമേഷൻസിനെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്ത സമയത്ത് അതിലെല്ലാം പറയുന്ന കാര്യമുണ്ട്. ഐ ആം വെച്ചിട്ട് എന്താണോ നിങ്ങൾ പറയുന്നത് അത് നിങ്ങളിൽ നടക്കുന്നുള്ള. ഇവൻ റൂട്ട് ചക്രയുടെ അഫർമേഷനാണ്, സ്വിച്ച് വേർഡാണ് ഐ ആം എന്ന് പറയുന്നത്. ആ ഐ ആം വെച്ചിട്ട് എന്താണ് എന്തൊക്കെയാണ് വിശേഷം, ഇങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ കഷ്ടപ്പാടാണ്, എൻ്റെ ജീവിതം ബുദ്ധിമുട്ടാണ്, എൻ്റെ ജീവിതം തട്ടിമുട്ടി പോകുന്നു, സുഖമാണോ, എപ്പോഴും എനിക്ക് രോഗമാണുള്ളത്. ഞാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവായ കാര്യമാണ് പറയുന്നത്. പിന്നെ സെൽഫായിട്ട് പറയുന്ന സമയത്ത് എന്താ പറയുക, നിനക്കൊന്നും സാധിക്കില്ല, നിൻ്റെ വിധിയാണ്, നിൻ്റെ യോഗ ഇതാണ് എന്നൊക്കെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. എന്നാൽ എപ്പോഴും മുതലാണോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നത്? ഇപ്പം പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ആകാശത്തിന് മുകളിലൊരു ശക്തിയാണ് എൻ്റെ ജീവിതം നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ തന്നെയാണ്. കാരണം സോളിന് ഇൻഡിവിജ്വൽ വില്ല് എന്നുള്ള പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോൾ അലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ ഈ ബാച്ചിലെ അലൈൻമെൻറ്റ് മാസ്റ്ററിയിലെ പാസ്റ്റ് കർമ്മ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യമുണ്ട്, സോളിന് ഒരു ഫ്രീ വില്ലുണ്ട്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളെ വിധിയെ എന്ന് പറയുന്നത്. അങ്ങനെ ആ വിധിയെ നിങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്? ഒന്ന്, നമ്മളെ ചിന്തകൾ എപ്പോഴും നന്മയുള്ളതായിരിക്കണം. അതായത് ഇങ്ങനെ നന്മ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രം ഉയരണം, നിങ്ങൾ എങ്ങനെയെങ്കിലും ഉയരണം എന്നല്ല, നിങ്ങൾ ഉയരുന്നതിനോടൊപ്പം തന്നെ ചുറ്റുമുള്ളവരും ഉയരണം എന്നുള്ള ചിന്ത വെക്കണം. അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചം നമുക്ക് നൽകുന്ന പോലെ തന്നെ നമ്മളും ആ മീഡിയമായിട്ട് മാറാം. നമ്മളാ കഴിയുന്ന രീതിയിൽ. ഇപ്പം പല ട്രെയിനേഴ്സും എന്ത് ചെയ്യും, അവർ ഇങ്ങനെ അവരെ കൂടുതൽ ട്രെയിനേഴ്സിനെ ഉയർത്തില്ല. പക്ഷേ എൻ്റെ ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മളെ ലൈഫ് കോച്ചിങ്ങും നമ്മളെ ഗൈഡൻസും അറ്റൻഡ് ചെയ്തിട്ട് അവർ ലൈഫ് കോച്ചാക്കി ഞാൻ മാറ്റിയിട്ട് അവരെ സക്സസ് സ്റ്റോറീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ സുജാർ മോഹൻ നമ്മുടെ സ്റ്റുഡൻ്റാണ്, അവരെ സക്സസ് സ്റ്റോറി ആദ്യമായിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ വഴിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്റ്റുഡൻസ് എല്ലാം തന്നെ ഉയരണം എന്നുള്ള സത്യസന്ധമായ രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻ കേസ് പുതിയൊരു സീരീസ് ആരംഭിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ 0 കോസ്റ്റിൽ 1 രൂപ പോലും എനിക്ക് തരാതെ ഞാൻ പ്രൊമോഷൻ ചെയ്തു തരും. യു ക്യാൻ ഇൻസ്പയർ അതേഴ്സ് എന്നുള്ളതാണ്. അത് തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്തായാലും ഗ്രൂപ്പിലും യൂട്യൂബിലും തന്നെ അറിയിക്കുന്നതാണ്. അന്നേരം നിങ്ങളിപ്പം ഇങ്ങനെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നു, അതോടൊപ്പം നിങ്ങൾ സർവീസ് കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അത് ജെന്യൂൻ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നല്ലൊരു മാനിഫെസ്റ്ററും ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നല്ലൊരു മാനിഫെസ്റ്ററും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് സർവീസ് ഉണ്ടെങ്കിൽ ഞാൻ സൗജന്യമായിട്ട്, കാരണം 75,000 സബ്സ്ക്രൈബേഴ്സാണ് തോന്നുന്നത്, ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 10,000 രൂപ, ഏറ്റവും ബെയർ മിനിമം എന്ന് പറയുന്നത് 5,000 രൂപ, അല്ലെങ്കിൽ ഒരു 10,000 രൂപ 10,000 രൂപ മുതൽ മുകളിലോട്ടായിരിക്കും നിങ്ങളെ ചാർജ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ 1 രൂപ പോലും നിങ്ങളിൽ നിന്ന് മേടിക്കില്ല. ആകെ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വലിയൊരു കാര്യം ട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ ചതിക്കാൻ പാടില്ല, കാരണം അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ്. അങ്ങനെ അതായത് നമ്മൾ പണം ഉണ്ടാക്കുന്ന സമയത്ത് സത്യസന്ധത എന്ന് പറയുന്ന കാര്യമുണ്ട്. അടുത്ത കാര്യമാണ് നമ്മൾ സത്യസന്ധമായിട്ടിരിക്കുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞു വാക്ക് ഐ ആം എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നിങ്ങളൊരു വാക്ക് കൊടുക്കുകയാണ്, ആ വാക്ക് പാലിക്കാൻ പറ്റാത്ത വാക്കാണെങ്കിൽ കൊടുക്കാതിരിക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ പെയിൻ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതായത് ഇപ്പം ഞാൻ ഒരിക്കലും ഒരു ഗ്യാരണ്ടിയോ 100% ഗ്യാരണ്ടിയോ ഒന്നും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് കൊടുക്കാറില്ല. നിങ്ങൾ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഹീലിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ സീനത്ത്, ഇതേപോലെ തന്നെ വിജയലക്ഷ്മി, ഇദ്ദേഹം എന്താണ് കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തു, കൃത്യമായ രീതിയിൽ അഫർമേഷൻ ആവട്ടെ, അതിൽ കൊടുക്കുന്ന മെഡിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു, അതുകൊണ്ടാണ് റിസൾട്ട്. ഇപ്പം ഞാനിവിടെ ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ നിങ്ങളൊരു പ്രോബ്ലമാണ്, ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ് ഞാൻ ബ്ലെസ് ചെയ്യുന്ന പവറോ ഒന്നും എനിക്കില്ല, എനിക്കൊരു പവറും ഇല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം ഞാനൊരു സിദ്ധനോ ഒരു യോഗിയോ ഒരു മഹാത്മാവോ ഒന്നുമല്ല, നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. പക്ഷെ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇവിടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതായത് നിങ്ങളുള്ളിലുള്ള വിശ്വാസം, ബേസിക്കലി ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം എന്താണ്, വിശ്വാസമാണ്. അല്ലാതെ ഇതിൽ വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളില്ല. ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സൈക്കോളജി, ഇപ്പോൾ ഞാൻ സൈക്കോളജി ഇങ്ങനെ ഡിപ്ലോമ ആയിട്ടുണ്ട്, ഇപ്പോൾ MA സൈക്കോളജി പഠിക്കുകയാണ്, MSW അതിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പഠിക്കുകയാണ്. അത് ബ്രെയിനിനെ കുറിച്ചും ന്യൂറോൺസിനെ കുറിച്ചും ഹാബിറ്റ് ക്രിയേഷനും കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിലെല്ലാം തന്നെ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി, പലരും ലോ ഓഫ് അട്രാക്ഷൻ എതിർക്കുന്നുണ്ട്. സത്യമാണ്, ലോ ഓഫ് അട്രാക്ഷൻ എതിർക്കണം. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? യുക്തിപരമായിട്ട്, അതായത് എന്ത് യുക്തിയോടെ കാണാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം ഞാൻ പറയുകയാണ്, നിങ്ങളൊരു കോടീശ്വരിയാവും അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ വിജയിക്കുന്നു പറയുന്ന സമയത്ത് ഒരു യുക്തിവാദി ചോദിക്കും, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയിക്കാൻ പോകുന്നത്? അതായത് നിങ്ങൾ എന്താ പറയുക, ഇപ്പം നിങ്ങൾ ദാരിദ്ര്യത്തിലാണുള്ളത് അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലത്തിലാണുള്ളത്. ഇപ്പോൾ സീനത്ത് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം ഉണ്ട്. അന്നേരം ഒരു യുക്തിവാദി ചോദിക്കും, ഈ റിലേഷൻഷിപ്പ് റെഡി ആകുമൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് എന്തിനാണ് ഇത് ഈ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് കാര്യമില്ല. പക്ഷേ ഹീലിംഗ്, കൃത്യമായ രീതിയിൽ ഹീലിംഗ് വരുന്നതനുസരിച്ച് നമ്മളെ ആറ്റിറ്റ്യൂഡും നമ്മളെ എനർജി ലെവലും മാറുന്നുള്ളതാണ്. കാരണം ഞാനൊരു സമയത്ത് യുക്തിവാദം, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു. എന്തും ഞാൻ യുക്തിയെ അടിസ്ഥാനത്തിൽ എന്നെ വിമർശിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ മെഡിറ്റേഷൻ പൊട്ട മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരെ പരിഹസിക്കും, വെറുതെ ടൈം കളയുന്നു, എന്ത് കണ്ണടച്ചിട്ട് എന്ത് കുന്താ നിനക്ക് കിട്ടാൻ പോകുന്നതെന്നല്ലോ ചില ആൾക്കാരെ ഞാൻ തമാശയായിട്ട് പറഞ്ഞത്, ചേട്ടാ ഈ ടൈം എന്തേ വർക്ക് ചെയ്യും. പക്ഷേ എൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഒരു എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്രഷനിലേക്ക് പോയി എന്ന് വെച്ചാൽ ഫുൾ ഡിപ്രഷൻ. വീട്ടിന് പുറത്തിറങ്ങുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, ലൈഫിൽ ആരുമില്ല, ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. അന്നേരമാണ് ധ്യാനം എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ മോട്ടിവേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, മോട്ടിവേഷൻ വീഡിയോസ് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ധ്യാനം, വിപස්සന മെഡിറ്റേഷൻ, ചിലപ്പോൾ നിങ്ങൾ വിപස්සനയെക്കുറിച്ച് കേട്ടിരിക്കും. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും, അതായത് ഞാൻ സ്വതവേ ഒന്നും റെക്കമെൻഡ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്ത കാര്യമുണ്ട്. നിങ്ങൾ ലൈഫ് എപ്പോഴാണോ കൈവിട്ട് പോകുന്നു എന്ന് തോന്നുന്നത്, വിപස්සന മെഡിറ്റേഷൻ ആരംഭിക്കുക. വിപස්සന മെഡിറ്റേഷൻ ആ ഓർഗനൈസേഷൻ ഒന്നും പ്രൊമോട്ട് ചെയ്യല്ല, അവിടെ ഒരു രൂപ പോലും നിങ്ങൾ കൊടുക്കണ്ട, കംപ്ലീറ്റ്ലി സർവീസാണ്, കംപ്ലീറ്റ്ലി ഫ്രീ സർവീസാണ്. നിങ്ങൾക്ക് ഡൊണേഷൻ മാത്രം നൽകാം. www.vipassana-kerala എന്ന് പറഞ്ഞ് അടിക്കുക, നിങ്ങൾക്ക് നെറ്റ് കിട്ടും. ഡയറക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്തിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ ആയിക്കഴിഞ്ഞാലാണ് കിട്ടുക. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പണത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അയാം എന്ന് പറഞ്ഞ് എന്താണോ നിങ്ങൾ പറഞ്ഞു, ഐ ആം അബൻഡൻറ്റ്, അല്ലെങ്കിൽ ഞാൻ സമ്പന്നമാണ്, എന്നിൽ നന്മയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് എന്താണോ നമ്മൾ അത് അനുസരിച്ച് അതിന് ശേഷം പറയുന്നത്, അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ സുന്ദരനല്ല എന്നൊക്കെ ഞാൻ എപ്പോഴും എന്നെ വിമർശിക്കും. കണ്ണാടിയെ പോലും നോക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അതായത് കണ്ണാടി നോക്കുന്ന സമയത്ത് കണ്ണാടി നോക്കാറില്ല. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുടി ഇങ്ങനെ ആക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ചീർപ്പുണ്ട്, എൻ്റെ കയ്യിൽ തന്നെ കണ്ണാടിൻ്റെ കാര്യങ്ങളുണ്ട്. ഞാൻ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെയാണ്. എന്നെ അത്രയധികം ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. ആ ഒരു സ്നേഹം നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വൈബ്രേഷൻ ലെവൽ ചേഞ്ച് ആവും. ഇപ്പോൾ സീനത്ത് പറഞ്ഞല്ലോ, സീനത്ത് എന്ത് ചെയ്തു, എല്ലാം അവർ ഇങ്ങനെ ഫാമിലിക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചത്. അത് കാരണം അദ്ദേഹത്തിന് ഫുൾ പ്രോബ്ലം ആയിരുന്നു. പക്ഷേ എലൈൻമെൻറ്റ് മാസ്റ്ററി ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക, പിന്നെ ഹീലിംഗ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളിൽ മാറ്റം വരുമെന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം എന്ത് ചെയ്തു, അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഭർത്താവ് ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ അദ്ദേഹം എങ്ങനെ തിരികെ വന്നു? തൻ്റെ വാല്യൂവിനെ തിരിച്ചറിഞ്ഞു. കാരണം നമ്മൾ ഉള്ളിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളിൽ തന്നെ മാറ്റിയെടുക്കുന്ന സമയത്താണ് നിങ്ങളെ വാല്യൂസ് തിരിച്ചറിയുക. അതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പം പലരും പറഞ്ഞ എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ്. എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത് 30 ദിവസമല്ല, ഒരു ഇത്ര ദിവസ കോഴ്സ് എന്നുപരിയായിട്ട് ഒരു ഹീലിംഗ് ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഹീലിംഗ് ക്ലാസ് ആണ് എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത്. രാവിലെ 5-നും 6-നും വൈകിട്ട് 8-നും 9-നും ഇടയിൽ 2 ബാച്ചായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. 100 പേര് കൂടുതൽ, അല്ലെങ്കിൽ 2 ബാച്ചിലും കൂടി 100 പേരെ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. എന്തുകൊണ്ട് 100 പേരെന്ന് അറിയാമോ? എനിക്ക് വേണമെങ്കിൽ 1000 പേര്, അല്ലെങ്കിൽ 200, 300, 400, 500 പേരെല്ലാം എടുക്കാൻ സാധിക്കും. കാരണം അത്രയും ഗ്രൂപ്പ് ഫില്ലാണ്, കൃത്യമായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ കൊടുക്കാത്തതിൻ്റെ റീസൺ കാരണം ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. ഞാൻ പല ക്ലാസ്സിലും പങ്കെടുത്തിട്ടുണ്ട്, അതിൽ 100-200 പേരുണ്ടാവും. എൻ്റെ സംശയം ചോദിക്കാൻ സംശയമൊന്നുമില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സ്റ്റാഫിനോട് ചോദിക്കുന്നു പറയും. എന്നാൽ എലൈൻമെൻറ്റ് മാസ്റ്ററിൽ ഞാൻ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടോ അത് എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരും. ഇല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് എൻ്റെ മെൻറ്റേഴ്സിനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. മെയിനായിട്ടുള്ള കാര്യം എലൈൻമെൻറ്റ് മാസ്റ്ററിൽ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗാണ്.
അതായത് കുട്ടിക്കാലത്തുള്ള ട്രോമാസ്, കുടുംബജീവിതത്തിലെ ട്രോമാസ് എല്ലാം തന്നെ നമ്മളെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് പോയിട്ട് അതിനെ ഹീൽ ചെയ്ത് പുതിയൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് നമ്മളെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. സത്യമാണ്, അത്ഭുതങ്ങൾ സംഭവിക്കും. അതിൽ യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം എലൈൻമെൻറ്റ് മാസ്റ്ററി പങ്കെടുത്തിട്ട് സക്സസ് സ്റ്റോറീസ് ഇഷ്ടം പോലെ. ഇപ്പം ഇദ്ദേഹം ഇതിൽ കുറേ ഇങ്ങനെ എലൈൻമെൻറ്റ് മാസ്റ്ററിയിലുള്ള കുറച്ച് പേര് മാത്രമേ ഇല്ലാത്തുള്ളൂ. കുറേ പേരുടെ ലൈഫിലും വലിയ മാറ്റം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും മിറാക്കിൾ ഉണ്ടോ? ഇല്ല. നിങ്ങൾ തന്നെ നിങ്ങളെ മാറ്റിയെടുക്കുകയാണ്. നമ്മളതിലെ ടാസ്കുകൾ, പേഴ്സണൽ ടാസ്ക്, അതോടൊപ്പം തന്നെ മെയിനായിട്ട് ഹീലിംഗ് മെഡിറ്റേഷൻസ്, ബൈനറി മ്യൂസിക് ബേസിലെ മെഡിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കാറുണ്ട്. അതാണ് ഇത്രയധികം മാറ്റം. അതിപ്പം സീനത്ത്, അതോടൊപ്പം തന്നെ വിജയലക്ഷ്മി മാഡം, അംബിക മാഡം എല്ലാം തന്നെ പറഞ്ഞ് ആ ഒരു സ്റ്റോറി എല്ലാം തന്നെ ഹീലിംഗ് പ്രോസസ്സാണ്. നമ്മൾ എത്രത്തോളമാണോ ഹീൽ ചെയ്ത് പ്യൂർ ആകുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. അടുത്ത കാര്യമാണ് വെൽത്ത് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ വെൽത്ത് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കില്ലനുസരിച്ചുള്ള ഒരു ജോലിയെ കണ്ടെത്തുക എന്നുള്ളത്. അതായത് ഒരു ജോലി അല്ലെങ്കിൽ ബിസിനസ് കണ്ടെത്തുക. ആ ബിസിനസ്സിൽ ഇങ്ങനെ ഉയരാൻ ആവശ്യമായിട്ടുള്ള ടാലൻറ്റ്, അതായത് ഒന്നും വേണ്ടത് ഒരു ബിസിനസ്സിൽ വേണ്ടത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആരാണോ എടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ ഉള്ളത് അവരെവിടെ പോയാലും വിജയിക്കും. എന്നാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലെങ്കിൽ എവിടെയും വിജയിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ കാര്യമാണ് സെൽഫ് ലവ്. അതായത് സെൽഫ് ലവ് എന്ന് പറയുന്നത് വലിയ ടോപ്പിക്കാണ്. ഇപ്പം ഞാൻ സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു ക്ലാസ് തന്നെ അല്ലെങ്കിൽ 21 days കോഴ്സ് ഇപ്പം ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രത്തോളമാണ് നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. അതായത് ഞാൻ അതുവരെ എന്താണ് മറ്റുള്ളവരുടെ സ്നേഹം പ്രതീക്ഷിച്ചാണെന്നത്, എന്നാലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തെ. അത് സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള കുറ്റബോധങ്ങൾ കാര്യങ്ങൾ തന്നെ വിട്ടിട്ട് നമ്മളെ പൂർണ്ണമായി സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ രോഗങ്ങളെല്ലാം തന്നെ മാറും, നമ്മളെ സൗന്ദര്യം വർദ്ധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളെ ഹെയറിൻ്റെ കാര്യത്തിലാവട്ടെ, നിറത്തിൻ്റെ കാര്യത്തിലാവട്ടെ, കണ്ണുകളുടെ തിളക്കത്തിൻ്റെ കാര്യത്തിലാവട്ടെ എല്ലാം തന്നെ മാറ്റം സംഭവിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും കാണിക്കുന്ന കാര്യമാണ്, എന്നാലും കുറേ പേരുണ്ട് ഇതിൽ പുതിയ പേര്. അതുകൊണ്ട് ഞാൻ എൻ്റെ പണ്ടത്തെ ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ, ഞാനൊന്ന് ഇതൊന്ന് ഓഫാക്കട്ടെ. ഓക്കെ, ഓഫാക്കി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇതാണ് എൻ്റെ പഴയ രൂപം. കാണാമോ? ഇതാണ് എൻ്റെ പഴയ രൂപം എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ പഴയ രൂപം. ഈ ഒരു ലെവലിൽ ആയിരുന്നുണ്ടായത്. പക്ഷേ ഈ ലെവലിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചു. അത് കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് ആണ്. അതായത് നമ്മളെ രൂപത്തിൽ, നമ്മളെ വ്യക്തിത്വത്തിൽ എല്ലാം തന്നെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഈവൻ പാരമ്പര്യമായിട്ടുള്ള കാര്യമാണ് ഹെയർ ഇങ്ങനെ കഷണ്ടി തോന്നുന്നത്. പക്ഷേ അതിനെ ഞാൻ വലിയൊരു പരിധി വരെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. അതെല്ലാം കൃത്യമായ രീതിയിലുള്ള ഹീലിങ്ങും അതോടൊപ്പം തന്നെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്. നമ്മളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഫാസ്റ്റ് ഫുഡ് അഡിക്റ്റഡായിട്ട് കഴിക്കില്ല. ചില ആൾക്കാർക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന അഡിക്ഷൻ ഉണ്ട്. നമ്മുടെ ശരീരത്തെ നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരത്തെ എപ്പോഴും നമ്മൾ മാറ്റിയെടുക്കണം. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ കഴിക്കാവൂ. ഞാൻ ഇങ്ങനെ നോൺ വെജാണ്, പക്ഷേ ഞാൻ പ്രിഫറബിളി വെജിറ്റേറിയനാണ്. നോൺ വെജ് കഴിക്കാതിരിക്കുന്നില്ല, എല്ലാ നോൺ വെജും കഴിക്കും. പക്ഷേ ഞാനിപ്പോൾ കുറേ കാലമായിട്ട് പ്രിഫറബിളി വെജിറ്റേറിയൻ. കാരണം നോൺ വെജും വെജും ഉണ്ടെങ്കിൽ കഴിയുന്നത് ഞാൻ വെജിറ്റേറിയനാണ് കഴിക്കാറ്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ രൂപത്തിലും എല്ലാം തന്നെ വരും എന്നുള്ളതാണ് സത്യം. ആ ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കും സെൽഫ് ലവിലൂടെ. ഏറ്റവും ബേസിക്കലി നമുക്ക് വേണ്ട കാര്യമാണ് സെൽഫ് ലവ്. നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങളെ ക്യാരക്ടറിനെ സ്നേഹിക്കുന്നത്, നിങ്ങളെ ഓരോ ശരീരഭാഗങ്ങളെയും, ഇവൻ നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ, നിങ്ങളുടെ ശരീരഭാഗങ്ങളെ, ഹൃദയഭാഗത്തെ, കണ്ണുകളെ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അത് നിങ്ങളതാണ്. എന്തുകൊണ്ട് ഞാൻ ലൈംഗിക അവയവം എന്ന് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പേഴ്സണൽ കൺസൾട്ടേഷൻ സമയത്തും അവർ ഇങ്ങനെ ഇതേപോലെ എന്തെങ്കിലും ട്രോമാസ്, ഈവൻ എനിക്ക് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു വൃത്തിയായിട്ടൊരു ഭാഗമായിട്ടാണ് അതിനെ കണ്ടത്. പക്ഷേ അതിനെയും നമ്മൾ സ്നേഹിക്കണം. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ പൂർണ്ണമായി സ്നേഹിക്കുകയും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്ത്
നിങ്ങൾ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കും. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവട്ടെ, അതോടൊപ്പം തന്നെ പണത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും മാറ്റം സംഭവിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യും. ഇതിൽ കുറേ പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും നോട്ട് ചെയ്തു എന്ന് കരുതുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. എന്തുകൊണ്ട് വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അതേപോലെയുള്ള മെഡിറ്റേഷനും പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം കൂടിയിട്ടാണ്. നിങ്ങൾ ലൈഫിൽ വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. 3 കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്ന് കാര്യങ്ങൾ. 1 2 3 എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികൾ പിന്നെ 7 ചക്രയുടെ പുതിയൊരു ഇനി ഒരു 50 പീസും കൂടി ഉണ്ട് 7 ചക്ര ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്. ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 7 ചക്ര ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. 1 2 3 എന്നല്ല കമൻറ്റ് ചെയ്യേണ്ടത്. 1 എന്താണ്, പണമാണോ, എത്ര പണമാണ്. ഓക്കെ, ജോലിയാണോ, എന്ത് ജോലി. ജസ്റ്റ് ജോബ് എന്ന് പറയാതെ വീട്. ഓക്കെ, ഹെൽത്ത്, പീസ്, ജസ്റ്റ് ഇതിൽ ഷോർട്ടായിട്ട് കമൻറ്റ് ചെയ്തോളൂ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. 100 പേരുണ്ട്, 100 പേർക്ക് മാത്രമേ നമ്മൾ അവസരം കൊടുക്കുന്നത്. അന്ന മറിയ നന്നായി എഴുതിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ബീന വിനോദ് നന്നായി എഴുതിയിട്ടുണ്ട്, സ്പെസിഫിക്കായിട്ട് എഴുതിയിട്ടുണ്ട്. ബീന വിനോദും ഹോസിനി നന്നായി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്തതിൽ എഴുതി കൊണ്ടുവയ്ക്കുക. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊരു A4 ഷീറ്റ് എടുക്കുക. ഇതേപോലെ A4 ഷീറ്റ് ഞാൻ നമ്മൾ ഇടുന്ന സമയത്ത്, ഗ്രൂപ്പിൽ ലിങ്ക് ഇടുന്ന സമയത്ത് ഈ കാര്യം പറഞ്ഞിരുന്നു. A4 ഷീറ്റ് എന്ത് ചെയ്യുക, ഒന്ന് മടക്കുക. ജസ്റ്റ് ഒരു 3 സെൻറ്റിമീറ്റർ വീതിയിലൊന്ന് മടക്കുക, എന്നിട്ടൊന്ന് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ 3 സെൻറ്റിമീറ്റർ ജസ്റ്റ് ഒരു 3 സെൻറ്റിമീറ്റർ ഏകദേശം മതിയെ, 3 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ ഒരു A4 ഷീറ്റ് എടുക്കുക. നിങ്ങൾ ഇപ്പോൾ A4 ഷീറ്റ് ഇല്ലെങ്കിൽ പോയിട്ട് എടുത്തോളൂ. ഓക്കെ, A4 ഷീറ്റോ നോട്ട് പേപ്പറിൻ്റെ പേജോ കാര്യമോ മാത്രം മതി. ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളെടുക്കുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനെ കട്ട് ചെയ്യുക. ജസ്റ്റ് 3 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള പേപ്പർ കട്ട് ചെയ്യുക. ഓക്കെ,
ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമുള്ള പേപ്പർ നമ്മൾ 3 ആഗ്രഹങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെയുള്ള 3 ഷീറ്റുകളാക്കി മാറ്റി. സാർ എത്ര വലുപ്പത്തിലാണ്? ഒരു 8 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ വീതിയും 7 to 8 സെൻറ്റിമീറ്റർ നീളവും ഉള്ള 3 പേപ്പേഴ്സ് ആക്കിയെടുക്കുക. അതിൽ നിങ്ങൾ 3 ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. ഇപ്പം 50 ലക്ഷം എനിക്ക് ഇന്ന വഴിയിലൂടെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ ലഭിച്ചത് നന്ദി. മോന് ഇൻറ്റേൺഷിപ്പ്, അല്ലെങ്കിൽ എൻ്റെ മോന് ഇന്ന സ്ഥലത്ത് ഇൻറ്റേൺഷിപ്പ് കിട്ടിയത് നന്ദി. സ്പെസിഫിക്കായിട്ട് എഴുതി വെക്കണേ. വെറും ഇൻറ്റേൺഷിപ്പ് എന്നല്ല, ജസ്റ്റ് സ്പെസിഫിക്കായിട്ട് എഴുതി വെക്കുക. പണം എന്ന് പറയുന്ന സമയത്ത് എത്ര രൂപയാണ് മകളുടെ വിവാഹം ഏറ്റവും അനുയോജ്യമായ ബന്ധം, അതായത് മോൾക്ക് നല്ലൊരു ബന്ധം, നല്ലൊരു ആലോചന വന്നതിന്, അവൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങളുള്ള ബന്ധം വന്നതിന് നന്ദി എന്ന് പറയാം. ഓക്കെ, ഹസ്ബൻഡിൻ്റെ 25 ലാഖ് കടം വീട്ടണം, അങ്ങനെയല്ല എഴുതേണ്ടത്. ഹസ്ബൻഡിന് 25 ലക്ഷം രൂപ ലഭിക്കണം. കടം വീട്ടണം എന്ന് പറയുന്നത് കടമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ഒരു കാരണവശാലും കടം വീട്ടണം എന്ന് പറയാൻ പാടില്ല. 25 ലക്ഷം രൂപ സമ്പാദിക്കണം, ബിസിനസ് സമ്പാദിക്കണം. കടന്ന് നമ്മൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ കടമായിരിക്കും നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നതാണ് സത്യം. ഓക്കെ, ഈ 3 ആഗ്രഹങ്ങളും നിങ്ങൾ എഴുതി വെക്കുക. ഒരു മിനിറ്റ് സാർ. ശ്രീ, ജസ്റ്റ് 3 ആഗ്രഹങ്ങളും ഒന്ന് എഴുതി വെക്കുക. സാറെ 11-ാം തീയതിത്തെ എന്താണ് അതിൽ എന്നെ കൂടി ചേർക്കണേ. രാവിലത്തെ വൈകിട്ട് 9 മണിയുടെ ക്ലാസ്സിന് 8 മണിയുടെ ക്ലാസ്സിന് ചേർക്കാൻ. എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? അയ്യോ ഒന്നും പറയണ്ട. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല എന്നല്ലേ പറയുന്നത്. അതെ, എന്തായാലും കാര്യങ്ങൾ ഉഷാറാവട്ടെ. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ചില ആൾക്കാർ ചെയ്യും, കടം മേടിച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കും, മറ്റുള്ളവരിൽ നിന്ന് കടം മേടിച്ചിട്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ജസ്റ്റ് പറഞ്ഞത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, 3 ആഗ്രഹങ്ങൾ നിങ്ങൾ 3 ഷീറ്റിൽ എഴുതി വെക്കുക. സാറേ ആ പേപ്പർ കട്ട് ചെയ്യുന്നൊന്നുകൂടെ പറയോ? ഓക്കെ, ഇത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു 3 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ നീളത്തിൽ. ഇത് സ്പെസിഫിക് ആയിട്ടില്ല, എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു എടുത്തു എന്നേ ഉള്ളൂ. ഈ മാസത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് എന്താ ഓക്കെ, ചെയ്യേണ്ടതെന്ന് അത് ഗ്രൂപ്പില്ലേ, ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിൽ അറിയിക്കും. അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എഴുതല്ലേ സാർ? ഗ്രൂപ്പിൽ ഇടും നമ്മൾ, എലിമെന്റ് മാസ്റ്റർ. ഇതില് ആഗ്രഹങ്ങൾ എഴുതി വെക്കല്ലേ കിട്ടിയതായിട്ട്? അതെ, 3 ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. ഇപ്പം ഇതിൽ ലിസ്റ്റ് ചെയ്ത 3 ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. പറഞ്ഞു. എനിക്ക് ഒരാള് 25 ലാക്സിന്റെ ഒരു പോളിസി തരാമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ കൊണ്ട് 5 days അഫർമേഷൻ എഴുതി കഴിഞ്ഞു. ഇന്ന് വാട്ടർ മാനിഫെസ്റ്റേഷൻ അതിന്റെ പ്രശ്നമില്ല. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. അതൊന്ന് ചെയ്യാമോ? ചെയ്യാം. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. ഓക്കെ, എല്ലാവരും ഒന്ന് എഴുതുക. ഞാൻ എഴുതുകയാണ്. എഴുതിയിട്ടുണ്ടെങ്കിൽ ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ
ഓക്കെ, 3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. അന്നേരം നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ബൈനറി മ്യൂസിക് ഓൺ ചെയ്തിട്ടാണ് ചെയ്യുക. ജസ്റ്റ് പറയുകയാണെങ്കിൽ ഒരാഗ്രഹം നമ്മൾ ഇതേപോലെ പുറത്തേക്ക് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൽ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കും, എന്നിട്ട് അടക്കും. എന്നിട്ട് ഞാൻ പറയും ഹൃദയഭാഗത്തേക്ക് വെച്ചിട്ട് ഫീൽ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയം ഒരു മിനിറ്റ് തന്നെ ഫീൽ ചെയ്യാൻ പറയും, പിന്നെ കുടിക്കുകയും പറയും. ഓക്കെ. രണ്ടാമത്തെ കാര്യം ഞാൻ എന്ത് ചെയ്യും, രണ്ടാമത്തെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ ബൈനറി മ്യൂസിക് അന്നേ പ്ലേ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ആഗ്രഹം എടുത്തിട്ട് ഗ്ലാസ്സിൽ വെക്കാൻ പറയും. വീണ്ടും എന്ത് ചെയ്യുക, അത് വെള്ളം വീണ്ടും ഒഴിക്കുക, എന്നിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക, കുടിക്കുക. മൂന്നാമത്തെ ആഗ്രഹം ഈ ഷീറ്റ് മാറ്റി വെച്ചിട്ട് മൂന്നാമത്തെ ആഗ്രഹം എടുത്തിട്ട് വെക്കുക, വീണ്ടും കണ്ണുകൾ അടക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക, അത് നടക്കുന്നതായിട്ടുള്ള തന്നെ കാണുക, എന്നിട്ട് കുടിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെ ചോദിച്ചോ. കുടിക്കാൻ പാകത്തിലുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അതെ അതെ, ഞാൻ പകുതി വെള്ളമാണ് ഒഴിച്ചത്, അല്ലാതെ ഒരു ഗ്ലാസ് മുഴുവൻ ഒഴിക്കണമെന്നില്ല, പകുതി. സാർ ഒന്നുകൂടി പറഞ്ഞു തരുക. ഓക്കെ, അതായത് നമുക്ക് ഗ്ലാസ് വേണം, പേപ്പറിൽ എഴുതിയ കാര്യം വേണം, ഒരു ബോട്ടിൽ വെള്ളം വേണം. നമ്മൾ എന്ത് ചെയ്തു, ഈ ആഗ്രഹം, ആദ്യത്തെ ആഗ്രഹം ഈ രീതിയിൽ വെച്ചു, ഉള്ളിലെ പുറത്ത് വെച്ചു, അതിൽ വെള്ളം ഒഴിച്ചു. ഞാൻ മെഡിറ്റേഷൻ ചെയ്യും, അത് വിഷ്വലൈസേഷൻ ബൈനറി മ്യൂസിക് കുറച്ച് കഴിഞ്ഞാൽ പ്ലേ ചെയ്യും. അതായത് ഞാൻ പറയും ഹൃദയഭാഗത്ത് വെച്ചിട്ട് ഫീൽ ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാൻ തന്നെ പറയും, കുടിക്കാൻ പറയും. എന്നിട്ട് ആദ്യത്തെ ആഗ്രഹം മാറ്റി വെക്കും, രണ്ടാമത്തെ ആഗ്രഹം എടുക്കും, ഇവിടെ വെക്കും, എന്നിട്ട് വീണ്ടും വിഷ്വലൈസേഷൻ ചെയ്യും, ഫീൽ ചെയ്യാൻ പറയും, എന്നിട്ട് കുടിക്കും. എന്നിട്ട് വെള്ളം കുടിക്കും, വീണ്ടും ഞാൻ വെള്ളം ആഡ് ചെയ്യും, മൂന്നാമത്തെ ആഗ്രഹം വെക്കും, ഇതേപോലെ വെക്കും, വിഷ്വലൈസ് ചെയ്യും, കുടിക്കും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഓക്കെ. എഴുതിയ ഭാഗം ഗ്ലാസിന്റെ ഉള്ളിലോട്ടല്ലേ? പുറത്തേക്ക് വെച്ചോ, പ്രശ്നമില്ല. അപ്പൊ ഉള്ളിൽ നിന്ന് നോക്കുമ്പോ പ്ലെയിൻ ഭാഗമാണോ കാണാ? അതെ അതെ, ഇതാ ഇങ്ങനെയാണ് വെച്ചത്. ഇത് പുറത്ത് ഇങ്ങനെ ചെയ്യാം. ചില കാർ പറയാറുണ്ട് ഉള്ളിൽ കാണാം. ജസ്റ്റ് ഇത് എഴുതി വെക്കുന്ന കാര്യങ്ങളല്ല, ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഫീലിങ്ങിനാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അന്നേരം എന്ത് ചെയ്യാം, കണ്ണടകളോ കാര്യങ്ങളുണ്ടെങ്കിൽ മാറ്റി വെച്ചോളൂ. ആദ്യം എല്ലാവരും കണ്ണുകൾ അടക്കുക. സാർ കരയാൻ പാടില്ല. കരയുന്ന എന്തിനാ? സങ്കടം വരും. അല്ല, സങ്കടം വരരുത്, കരയാൻ പാടില്ല. കരയാൻ പാടില്ല എന്നല്ല, ഹീലിംഗ് നിങ്ങൾക്ക് നല്ല ആവശ്യമുണ്ട്. ഓക്കെ, അന്നേരം എല്ലാവരും കണ്ണുകൾ അടക്കുക. എന്നിട്ട് നമ്മളെ പൂർവികർക്കും കാര്യങ്ങൾക്കെല്ലാം നന്ദി, പൂർവികർക്കും ഗുരുക്കന്മാർക്കും ദൈവത്തിന്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെല്ലാം തന്നെ നന്ദി പറയുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായെന്നതായി സങ്കല്പിക്കുക. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായും ശാന്തമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിന്, പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. നിങ്ങൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. കൈകളിൽ ഗ്ലാസ് എടുക്കുക, അതിലേക്ക് വെള്ളം നിറക്കുക.
എന്നിട്ട് നിങ്ങളുടെ ആദ്യത്തെ ആഗ്രഹം പുറത്തേക്ക് വെച്ചിട്ട് ഹൃദയഭാഗത്തേക്ക് വെക്കുക. ആ ഗ്ലാസ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതൽ അയയുന്നതായി സങ്കല്പിക്കുക. നിങ്ങൾ എഴുതി വെച്ച ആ ഒരു ആഗ്രഹം എന്താണ്? ആ ഒരു ആഗ്രഹത്തെ മനസ്സിൽ കാണുക. ആ ഒരു ആഗ്രഹം നടക്കുമ്പോൾ നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് സന്തോഷിക്കുക? ആ സന്തോഷത്തെ ഇപ്പോൾ ഈ നിമിഷം അനുഭവിക്കുക. ആ ശരീരം മുഴുവനും സന്തോഷത്തിലാണ് നിലനിൽക്കുന്നത്. നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ആ ഒരു സന്തോഷത്തിൽ നിലനിൽക്കുകയാണ്. മുഖത്ത് അതിൻ്റെ പുഞ്ചിരി കൊണ്ടുവരിക. ആ ഒരു സന്തോഷം, ആ ഒരു ആനന്ദം, ആ ആഗ്രഹം ഈ നിമിഷത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. മുഖത്തും ശരീരത്തിലും അതിൻ്റെ സന്തോഷം കൊണ്ടുവരിക. നിങ്ങളുടെ കൈകളിലെ ആ ഒരു ജലത്തിന് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. സന്തോഷത്തോടെ ആ ജലം കുടിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ സ്നേഹത്തോടെ പ്രണയത്തോടെ ആ വെള്ളം കുടിക്കുക. സാവധാനം ആ പേപ്പർ മാറ്റി രണ്ടാമത്തെ പേപ്പർ വെക്കുക. അതിലേക്ക് വെള്ളം ഒഴിക്കുക. വീണ്ടും ഹൃദയഭാഗത്തേക്ക് ചേർത്ത് ആ ഗ്ലാസ് വെക്കുക. നിങ്ങൾ എഴുതി വെച്ച ആ ഒരു ആഗ്രഹം ഈ നിമിഷത്തിൽ നടക്കുകയാണ്. അത് പണമാവാം, ബന്ധമാവാം, അവസരങ്ങളാവാം, ജോലിയോ എന്തുമാവട്ടെ, അത് ഈ നിമിഷത്തിൽ നടക്കുകയാണ്. നിങ്ങളുടെ ശരീരം മുഴുവനും ആ ഒരു സന്തോഷത്തിലാണ് നിലനിൽക്കുന്നത്. മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായും നിങ്ങൾ അനുഭവിക്കുകയാണ്. മുഖത്തും ശരീരത്തിലും സന്തോഷം കൊണ്ടുവരിക. ഈ നിമിഷത്തിൽ ആ കാര്യം നടന്നിരിക്കുകയാണ്. ആ കാര്യം നടന്നാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ആരൊക്കെയാണ് ഉണ്ടാവുക? അവരെങ്ങനെയാണ് സന്തോഷിക്കുക? നിങ്ങളുടെ പങ്കാളി, മക്കൾ നിങ്ങളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ ഒരു സന്തോഷത്തെ നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ ചുണ്ടുകളിലേക്കും മുഖത്തും അതിൻ്റെ സന്തോഷത്തെ കൊണ്ടുവരിക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന്, പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. എൻ്റെ ആഗ്രഹം നടത്തി തന്നിട്ട് നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ആ സന്തോഷം നിലനിൽക്കുകയാണ്.
മുഖത്തും കണ്ണുകളിലും ആ ഒരു ആനന്ദം കൊണ്ടുവരിക. സ്നേഹത്തോടെ കണ്ണുകൾ അടച്ചുകൊണ്ട് വെള്ളം കുടിക്കുക. മൂന്നാമത്തെ ആഗ്രഹം ഗ്ലാസ്സിലേക്ക് വെക്കുക. വീണ്ടും വെള്ളം നിറക്കുക. ഹൃദയഭാഗത്തേക്ക് ആ ഗ്ലാസ് ചേർത്ത് വയ്ക്കുക. നിങ്ങളുടെ ആ രണ്ടാഗ്രഹങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. കണ്ണുകൾ അടച്ച് മൂന്നാമത്തെ ആഗ്രഹവും വിഷ്വലൈസേഷൻ ചെയ്യുക. ഈ നിമിഷത്തിൽ ആ ആഗ്രഹം നടക്കുകയാണ്. അത് ബന്ധമാവാം, സമ്പത്താവാം, ആരോഗ്യമാവാം, എന്തുമാവട്ടെ. അതിനെ കാണാൻ, അതിനെ അനുഭവിക്കാൻ ശ്രമിക്കുക. ശരീരം മുഴുവനും ആ സന്തോഷത്തിലാണ് നിലനിൽക്കുന്നത്. എത്ര മനോഹരമായ കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നതെന്ന് സ്വയം പറയുക. ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും എങ്ങനെയാണ് സന്തോഷിക്കുക? ആ സന്തോഷം മുഖത്തും ശരീരത്തിലും കൊടുക്കുക. അതെ, ആ ഒരാഗ്രഹം ഈ നിമിഷത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. പ്രപഞ്ച സൃഷ്ടാവിന്, പ്രപഞ്ച ശക്തിക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയുക. ഞാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും എളുപ്പം നേടിയെടുക്കാനുള്ള ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. നന്ദി, നന്ദി, നന്ദി. മുഖത്തും ശരീരത്തിലും ആ ഒരു ആനന്ദത്തെ അനുഭവിക്കുക. അതെ, അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. സന്തോഷത്തോടെ വീണ്ടും ആ വെള്ളം കുടിക്കുക. കുടിച്ചതിന് ശേഷം ഗ്ലാസ് മാറ്റി വയ്ക്കുക. കൈകൾ തുറന്ന് പിടിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക. വീണ്ടും പുറത്തേക്ക് വിടുക. ഈ മനോഹരമായ ജീവിതത്തിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ച ഓരോ നാണയത്തിനും, ഓരോ രൂപയ്ക്കും നന്ദി, നന്ദി, നന്ദി. ഈ മനോഹരമായ ശരീരത്തിന്, മനോഹരമായ ഈ ജീവിതത്തിന് നന്ദി, നന്ദി, നന്ദി. എനിക്ക് ലഭിച്ച എല്ലാ നല്ല ബന്ധങ്ങൾക്കും നന്ദി, നന്ദി, നന്ദി. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. സന്തോഷത്തോടെ കൈകൾ പരസ്പരം ഉരസുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. തുറക്കുക. എങ്ങനെയുണ്ട്? പേപ്പർ എന്താ ചെയ്യണ്ടേ? അത് കത്തിച്ച് കളയാം. മെഡിറ്റേഷൻ എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. ഓക്കെ, മറ്റുള്ളവർ ജസ്റ്റ് അഭിപ്രായം പറയാം നിങ്ങളെ. ഞാൻ ഈ ഫുൾ മൂൺ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും. പക്ഷെ ഇപ്പം പോസിബിൾ ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. എന്താണ്? ഭയങ്കര ഫീല്. ഓക്കെ, ഇത് ശരിക്കും നമ്മൾ ബൈനറി മ്യൂസിക് എല്ലാം ആഡ് ചെയ്തിട്ട് ഇപ്പം നൽകിയ മെഡിറ്റേഷന് ശരിക്കും ഈ ബൈനറി മ്യൂസിക് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ എലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്നതാണ്. എലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ മാസവും 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ 100 മെമ്പേഴ്സിനെ മാത്രമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 100 മെമ്പേഴ്സിനെ കൂടുതൽ എടുക്കാറില്ല. ഇപ്പോൾ എലൈൻമെന്റ് മാസ്റ്ററിയിൽ ഫസ്റ്റത്തെ 5 ദിവസം ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് കൊടുക്കുക. പിന്നെ പ്രസൻറ്റേഷൻ ഇപ്പം പല അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അതായത്
നമ്മൾ കർമ്മ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കർമാസ് എന്ന് പറയും. ഓരോരോ കർമ്മങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും അതിനെ എങ്ങനെ മറികടക്കുന്ന കാര്യമാണ് ഇപ്പോഴുള്ള എലമെൻറ്റ് മാസ്റ്ററിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എലമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത് ബേസിക്കലി ഹീലിംഗ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഹീലിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹീലിംഗ്, അതായത് ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കേട്ടതാണോ ഈ മെഡിറ്റേഷനാണോ ഇഷ്ടപ്പെട്ടത്? തുറന്നു പറയാം, ജസ്റ്റ് അഡ്മിറ്റ് ചെയ്തിട്ട് പറയാം. രണ്ടും ഇഷ്ടമാണ്. ഇപ്പൊ ഫീൽ ചെയ്തുകൊണ്ട് അതൊരു വേറെ തന്നെ ലെവലിലെത്തുന്നു ഈ ഒരു മെഡിറ്റേഷൻ ഇതാണ് ശരിക്കും പറയാം നിങ്ങളെ മാനിഫെസ്റ്റേഷന് വേണ്ട ഒരു കാര്യം, ഹീലിംഗ് ആണ്. അതായത് ഈ ഒരു ബൈനോറി മ്യൂസിക് ആഡ് ചെയ്തിട്ട് നിങ്ങളെ തന്നെ മാറ്റിയെടുത്ത് കൊണ്ടുവരും പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് എലമെന്റ് മാസ്റ്ററിയിൽ ഇപ്പോൾ എടുക്കുന്ന ടോപ്പിക്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ കർമ്മ എന്നുള്ളതാണ്. എലമെന്റ് മാസ്റ്ററിയിൽ ഫസ്റ്റത്തെ 15 മിനിറ്റ് വിഭജന മെഡിറ്റേഷൻ, പിന്നെ ഇതേപോലെയുള്ള പ്രസന്റേഷൻ കർമ്മ. ഇതൊന്നും ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞുതരും എന്താണ് കർമാസ് എന്നും കർമ്മയുടെ ഫിലോസഫി എന്താണെന്നും അതോടൊപ്പം തന്നെ സഞ്ചിത കർമ്മ എങ്ങനെയാണെന്നും അതിൻ്റെ കാറ്ററിക്സ് എന്താണെന്നും ഹൗ ടു റെഡ്യൂസ് സഞ്ചിത കർമ്മ, പ്രാരാബ്ദം, പലരും പറയല്ല വിധി പ്രാരാബ്ധ കർമ്മമാണ്, അതെന്താണെന്നും ഏതാണെന്നും അതിനെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നുള്ള കാര്യത്തിലാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ എലമെൻറ്റ് മാസ്റ്ററിയിലും നമ്മൾ ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ്. ഇപ്പോൾ കുറച്ച് അഫർമേഷൻസ്, കുറച്ച് സ്വിച്ച് വേർഡ്സ്, പല ട്രെയിനേഴ്സ് എന്താ നൽകുക, കുറച്ച് അഫർമേഷൻ സ്വിച്ച് വേർഡ്സ് അത് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെയല്ല എലമെൻറ്റ് മാസ്റ്ററി. നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യാം, ബിസിനസ്സിൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, ആൾക്കാരായിട്ട് എങ്ങനെ നല്ല രീതിയിൽ ഇടപഴകാം, ആൾക്കാരെ എങ്ങനെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽസ് എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ടോപ്പിക്കെല്ലാം നമ്മൾ എടുക്കുന്നത്. കാരണം ഒരു ഹോളിസ്റ്റിക് രീതിയിലാണ്. വെറും ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ വെറും ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് നിങ്ങൾ എവിടെ എത്തില്ല. അത് ഞാൻ തന്നെ പറയാം. കാരണം എന്താണ്, എന്നെ പോലെയുള്ള ട്രെയിനേഴ്സ് ഞാൻ തുറന്നു പറയും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇത് മെയിൻ വരുമാന മാർഗ്ഗമൊന്നുമല്ല, എൻ്റെ ഒരു പാഷനാണ് ആൾക്കാർ ലൈഫിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടും വേറെ ബിസിനസ്സും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അത്ര ഫോക്കസ് ചെയ്യാത്തത്. കാരണം ട്രെയിനേഴ്സ്, ഏത് ട്രെയിനേഴ്സ് എടുക്കാൻ അവർക്ക് ഇൻകം കിട്ടുന്നത് കോഴ്സ് സെല് ചെയ്യുന്നതാണ്. അവരെ മാനിഫെസ്റ്റേഷൻ അവരെ കോഴ്സാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ വേണം, മണി മാനിഫെസ്റ്റേഷൻ. ലോട്ടറി നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എലൈൻമെൻറ്റ് മാസ്റ്ററി പങ്കെടുക്കുന്ന ഒരാൾ ഈ നമ്മളെ എമിറേറ്റ്സിൽ നിന്ന് 25 ലക്ഷം അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വരുന്നൊരു സക്സസ് സ്റ്റോറി. അതെല്ലാം നടക്കും. പക്ഷേ നിങ്ങളത് വർക്ക് ചെയ്യണം. അത് കറക്റ്റായിട്ട് പ്രാക്ടീസും മെഡിറ്റേഷൻസ്. ഈ മെഡിറ്റേഷൻസ് ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് അറിവില്ലാത്തതല്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് തന്നെയാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഒരു 90% 10% കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അറിയാത്തുണ്ടാകുക. പക്ഷേ അതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. ഇതെല്ലാം അറിഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല. അവിടെയാണ് ഹീലിംഗ് എന്ന് പറഞ്ഞ കാര്യത്തിന് ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം, നല്ലൊരു ആഗ്രഹിക്കുകയാണെങ്കിൽ എലൈൻമെൻറ്റ് മാസ്റ്ററി ജോയിൻ ചെയ്യാം. നമ്മൾ നാളെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടാകും. ഞാനത് പ്രൊമോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പാർട്ട്നേഴ്സ് പറയുന്നത് ഈ കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്തില്ല, ഇന്നാളെ നോക്ക് ഒരു കോഴ്സിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്ന് പറയും. അങ്ങനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തു. അതാണ് എൻ്റെ പ്രോബ്ലം, ഹീലിംഗ്. അതാണ് എൻ്റെ പ്രോബ്ലം. അതെ, നിങ്ങൾക്ക് ഹീലിംഗ് നല്ല രീതിയിൽ ആവശ്യമാണ്. ഓക്കെ, നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതിൽ എല്ലാവരും ഇതിൽ നല്ലൊരു മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എലൈൻമെൻറ്റ് മാസ്റ്ററി ജോയിൻ ചെയ്യാം. പിന്നെ ഇനി വേറെ ആരെങ്കിലും സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യണ്ട. കുറേ പേര് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിരുന്നു. നിങ്ങൾ ലൈഫിൽ സംഭവിച്ച മറ്റ് എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഞാൻ സാറിൻ്റെ അടുത്തൊരു ഓർണമെന്റ്സ് സെയിലാക്കുന്നൊരു മാഡത്തിന്റെ നമ്പർ ചോദിച്ചായിരുന്നു. എനിക്കത് കിട്ടിയില്ലായിരുന്നു. ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു. ഓക്കെ ഓക്കെ, ആ ശരി ശരി. ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എലൈൻമെൻറ്റ് മാസ്റ്ററി കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയും ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഞായറാഴ്ച ഇടയ്ക്കല്ല നമുക്ക് കാണാം. ഇടയ്ക്കല്ല ഞാൻ 10 മണിക്ക് ക്ലാസ് വെക്കണം എന്നുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ഇങ്ങനെ നടത്തുന്ന സമയത്ത് എന്തായാലും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. തിരക്കിലായതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു.